മേജർ ആർച്ച് ബിഷപ്പാകുമെന്ന് തെല്ലും കരുതിയല്ല സിനഡ് യോഗത്തിന് വന്നതെന്നും ദൈവഹിതം അംഗീകരിക്കുന്നുവെന്നും മാർ റാഫേൽ തട്ടിൽ. സിനഡിലെ ദൈവഹിതമനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രസംഗിക്കുന്നതിനിടയിലാണ് മാർ തട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഒന്നിച്ച് ചേർന്ന് നിൽക്കണം, ഒന്നിച്ച് പ്രവർത്തിക്കാൻ മുന്നേറണം. മെത്രാൻ പൊതുസ്വത്താണ്. ഈ നിയോഗം തന്നെ ഏൽപ്പിക്കാൻ സിനഡ് പിതാക്കന്മാർ ആഗ്രഹിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. യോഗ്യത കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാവരുടെയും സഹകരണത്തോടെ തൻ്റെ ദൗത്യം നിറവേറ്റാൻ പരിശ്രമിക്കുമെന്നും മാർ തട്ടിൽ പറഞ്ഞു. സ്നേഹമുള്ള അഭിമന്യ പിതാക്കന്മാരെ, സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അപേക്ഷിക്കുകയാണ്. മെത്രാൻ ഒരു സ്വകാര്യ സ്വത്തല്ല, മെത്രാൻ എല്ലാവരുടെയും പൊതുസ്വത്താണ്. അതുകൊണ്ട് എൻ്റെ ദൗത്യം കുറേ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കുക, നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി രാജിവെച്ച സാഹചര്യത്തിലാണ് രഹസ്യ ബാലറ്റിലൂടെ റാഫേൽ തട്ടിൽ പിതാവിനെ തിരഞ്ഞെടുത്തത്. ശംഷാബാദ് രൂപത ബിഷപ്പാണ് നിലവിൽ റാഫേൽ തട്ടിൽ. സഭയ്ക്ക് അനുയോജ്യനായ ബിഷപ്പാണ് റാഫേൽ തട്ടിലെന്ന് സ്ഥാനമൊഴിഞ്ഞ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പ്രതികരിച്ചു. റോമിൽ നിന്ന് തിരികെ വന്ന ശേഷം സിറോ മലബാർ സഭയിൽ വൈദികനായും സഭയുടെ വിവിധ സ്ഥാനങ്ങളും വഹിച്ച അദ്ദേഹത്തെ 2010 ഏപ്രിൽ 10 ബിഷപ്പായി സ്ഥാനക്കയറ്റം നൽകി. പിന്നീട് തൃശൂർ ബ്രൂണി രൂപതകളിൽ പ്രവർത്തിച്ചു. 2017 ഒക്ടോബർ 10 ശംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പായാണ് മാർപ്പാപ്പ അദ്ദേഹത്തെ നിയമിച്ചത്. നിയുക്ത മേജർ ആർച്ച് ബിഷപ്പിന് സൺഡേ ഷാലോമിൻ്റെ ആശംസകൾ.